കോൺഗ്രസ് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാഹളം സംസ്ഥാനത്ത് മുഴങ്ങി. രാഷ്ട്രീയ പാർട്ടികളുടെ സകല അടവുകളും വരും നാളുകളിൽ പുറത്തുവരും. മാസപ്പടി മുതൽ പത്മജ വരെ രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിക്കും. LDFും UDFും 2020 അവകാശപ്പെടുമ്പോൾ ഒരു സീറ്റെങ്കിലും നേടി മാനം കാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് BJP. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF അങ്കത്തട്ടിലിറങ്ങി. എല്ലാവരും അതാത് മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ റോഡ് ഷോ നടത്തി. മണ്ഡലത്തിലെ പൗരപ്രമുഖരെ കണ്ട് പിന്തുണയും അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് ഓട്ടത്തിന്റെ ആദ്യ ലാപ്പിൽ നേരിയ മേൽക്കൈ ഇടത് സ്ഥാനാർത്ഥികൾ നേടിയെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. LDFനെ അപേക്ഷിച്ച് ചെറുതായി ഒന്ന് വൈകിയെങ്കിലും UDF തെരഞ്ഞെടുപ്പ് ട്രാക്കിൽ ഒട്ടും പിന്നിലല്ല. മത്സരിക്കുന്നതിൽ മിക്കതും സിറ്റിംഗ് MP മാർ ആയതുകൊണ്ട് അവർ പരസ്യപ്രചരണം നടത്തിയില്ലെങ്കിലും മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെയായിരുന്നു. ഒരു സീറ്റെങ്കിലും ലക്ഷ്യം വെച്ചാണ് BJPയുടെ ഇറക്കം. അതിന് ജനങ്ങൾ അവസരം നൽകുമോയെന്ന് കാത്തിരുന്നു കാണണം. 1-2 മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടമുണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ LDFും UDFും നേർക്കുനേരാണ് പോരാട്ടം. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പ്രചാരണ വിഷയങ്ങളിലായിരിക്കും ഇനി മുന്നണികളുടെ കണ്ണും കാതും. 2 മുന്നണികൾക്കും വിഷയങ്ങൾ നിരവധി. ഏറ്റവും ഒടുവിൽ വീണുകിട്ടിയ പത്മജിയുടെ BJP പ്രവേശനം LDFന് ബോണസാണ്. കോൺഗ്രസ് നേതാക്കളെ ജയിപ്പിച്ചാൽ BJPയിൽ പോകുമെന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടി. എല്ലാ മണ്ഡലങ്ങളിലും ഇത് പറയാനാണ് LDF തീരുമാനം. ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ കാര്യമായി കണ്ണുവെക്കുന്ന ഇടതുമുന്നണി ഫലസ്തീൻ, മണിപ്പൂർ വിഷയങ്ങൾ ആളിക്കത്തിക്കും. അയോധ്യ ക്ഷേത്ര വിഷയത്തിലെ കോൺഗ്രസിന്റെ അയഞ്ഞ നിലപാട് ഉയർത്തി അവർക്ക് മൃദുഹിന്ദുത്വമാണെന്ന് പറയും. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉയർത്തും. UDFന്റെ കയ്യിലുമുണ്ട് മറുമരുന്ന്. മാസപ്പടിയാണ് പ്രധാന പ്രചാരണ വിഷയം. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചായിരിക്കും പ്രചാരണം. SFIO അന്വേഷണം തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയാക്കാനാണ് UDF തീരുമാനം. ക്ഷേമ പെൻഷൻ നൽകാത്തതും വന്യജീവി ആക്രമണവും വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം വരെ UDFന്റെ കയ്യിലുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരാണെന്ന് പ്രതിപക്ഷം ജനങ്ങളോട് പറയും. പത്മജ വിഷയത്തിൽ കാര്യമായ പ്രതികരണം വേണ്ടെന്നാണ് നേതാക്കളുടെ തീരുമാനം.